നമസ്കാരം. അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലുകൾ ഇറാനെ ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളെല്ലാം തന്നെ ഇപ്പോൾ ഇറാനിലേക്കാണ്. ട്രംപിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ലോകവ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അയത്തുള്ള അലി ഖമേനിയെ പിടികൂടാനാണോ വധിക്കാനാണോ അതോ ഇറാൻ്റെ ആണവ ശേഖരം തകർക്കാനാണോ ട്രംപ് ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. പക്ഷേ ഇതിനിടയിൽ ഒരു റിപ്പോർട്ട് ഇപ്പോൾ ബ്ലൂംബർഗ് പുറത്തുവിട്ടിരിക്കുന്നത് ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. അയത്തുള്ള അലി ഖമേനിയുടെ കുടുംബത്തെക്കുറിച്ച് അവിടെയുള്ള മാധ്യമങ്ങൾ എപ്പോഴും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം അവർ തികഞ്ഞ ഭക്തിയിലും ആത്മീയതയിലും മുഴുകി ലളിത ജീവിതം നയിക്കുന്ന വ്യക്തികളാണ് എന്നാണ്. അതിനപ്പുറം അവർക്ക് യാതൊരു സമ്പാദ്യങ്ങളുമില്ല, വളരെ ലളിതമായിട്ടാണ് അവർ ജീവിക്കുന്നത് എന്നെല്ലാമാണ് അവിടുത്തെ മാധ്യമങ്ങളിലൂടെ നിരന്തരമായി വാർത്തകളും ചിത്രങ്ങളും പുറത്തു വരാറുണ്ട്. പക്ഷേ ബ്ലൂംബർഗ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അയത്തുള്ള അലി ഖമേനിയുടെ മൂത്തമൻ മുജ്തബ ഖമേനി, ഈ 56 വയസ്സുകാരനെയാണ് ഖമേനി തൻ്റെ പിൻഗാമിയായി നിശ്ചയിച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. മുജ്തബയ്ക്കും അയാളുടെ സഹോദരന്മാർക്കും ലോകത്തെ പ്രമുഖ രാജ്യങ്ങളിലെല്ലാം തന്നെ വലിയ വ്യവസായ സാമ്രാജ്യങ്ങൾ തന്നെ ഉണ്ട് എന്നാണ്. അത് ദുബായ് മുതൽ ഫ്രാങ്ക്ഫർട്ട് വരെയൊക്കെ തന്നെ നീളുന്നു ഇയാളുടെ വ്യവസായ സാമ്രാജ്യം. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ഇതൊന്നും തന്നെ ഇവരുടെ പേരിലല്ല എന്നുള്ളതാണ്. എല്ലാം ബിനാമി സമ്പാദ്യങ്ങളാണ്. ലണ്ടനിൽ അതിസമ്പന്നരായ ബില്ലനേഴ്സ് റോ എന്നറിയപ്പെടുന്നത്, അതായത് ശതകോടീശ്വരന്മാർ താമസിക്കുന്ന ഒരു മേഖലയിലെ നിറയെ മരങ്ങളുള്ള ഒരു പടുകൂറ്റൻ മാളുകൾ നിരനിരയായി കാണാൻ കഴിയും. ഇതെല്ലാം തന്നെ ഈ മുജ്തബയുടെ വകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഈ കൊട്ടാരങ്ങളുടെ പരിസരത്തേക്ക് പോലും ആരെയും അടുപ്പിക്കാതെ അവിടെ ഗാർഡുകൾ കാവൽ നിൽക്കുകയാണ്. വല്ലപ്പോഴും മുജ്തബയോ അല്ലെങ്കിൽ അയാളുടെ അനുയായികളോ വരുമ്പോൾ മാത്രമാണ് ഈ ഗേറ്റുകൾ തുറക്കപ്പെടുന്നതും അവർ അകത്തേക്ക് പോകുന്നതും. മുജ്തബയെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെ പിൻഗാമി കൂടി ആകാൻ പോകുന്നുവെന്ന അവസ്ഥ വന്നപ്പോൾ അയാളുടെ സമ്പാദ്യത്തിൻ്റെ അളവ് കൂടി എന്നാണ് പറയപ്പെടുന്നത്. ഇയാൾക്ക് ലണ്ടനിൽ പല ബിനാമികളുമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ സ്വത്തുക്കൾ പലതും അവരുടെ പേരിലാണ് സമ്പാദിച്ചു കൂട്ടുന്നത്. ദുബായിൽ ഇയാൾക്ക് വലിയൊരു ആഡംബര വില്ലയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട്. കൂടാതെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ മുജ്തബയ്ക്ക് സ്വന്തമായി പടുകൂറ്റൻ അത്യാഡംബര ഹോട്ടലുകൾ, നക്ഷത്ര ഹോട്ടലുകളുണ്ട് എന്നും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇയാൾക്ക് ഇത്രയധികം പണം സമ്പാദിക്കാൻ കഴിഞ്ഞതെന്നാണ് ഇവിടെ വരുന്നൊരു ചോദ്യം. കാരണം 2019 മുതൽ തന്നെ അമേരിക്ക ഇറാന് എല്ലാ മേഖലകളിലും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നിട്ടും എങ്ങനെ വിദേശത്തേക്ക് പണം ഇവർക്ക് കടത്താൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യവും വരുന്നുണ്ട്. ഇതിനുള്ള മറുപടി ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട്, ഇറാനിൽ ജനകീയ പ്രക്ഷോഭം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ മുജ്തബയുടെ വിദേശ ബാങ്കുകളിലുള്ള അക്കൗണ്ടുകളിലേക്ക് ആയിരക്കണക്കിന് കോടി ഡോളറാണ് ഒഴുകിയെത്തിയത് എന്നാണ്. ഇതെല്ലാം തന്നെ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചാണ് ഇയാൾ എത്തിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ലോകത്തെ പ്രമുഖ നഗരങ്ങളിലൊക്കെ തന്നെ ഇയാൾക്ക് സ്വന്തമായി വലിയ ആഡംബര ബംഗ്ലാവുകളുണ്ട് എന്നും വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും മുജ്തബയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അയാളുടെ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പണം മാത്രമല്ല അവരുടെ ആസ്തി, വിലമതിക്കാനാകാത്ത രീതിയിലുള്ള രത്നങ്ങളും വൈഡൂര്യവും ഒക്കെ ഇവരുടെ കൈവശമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 1979 ഇറാനിലെ ഷാ രാജ്യം വിട്ടോടിയപ്പോൾ ഇറാനിലെ രാജാവായിരുന്ന അദ്ദേഹത്തിൻ്റെ സമ്പാദ്യങ്ങൾ പലതും പാവങ്ങൾക്കായി വീതിച്ചു കൊടുത്തു എന്നാണ് അന്ന് വിപ്ലവം നടത്തിയവർ പറഞ്ഞിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ ഈ ഖമേനി കുടുംബം സ്വന്തമാക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഖമേനിയുടെ എല്ലാ മക്കളുടെയും കൈവശം വിലമതിക്കാനാകാത്ത എത്രയോ രത്നങ്ങളും അതുപോലുള്ള വൈഡൂര്യവും ആഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും കിലോ കണക്കിന് സ്വർണ്ണവും എല്ലാം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാനാണ് ഇവർ ആദ്യഘട്ടങ്ങളിൽ ശ്രമിച്ചിരുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ജനകീയ പ്രക്ഷോഭം വിജയിക്കുകയാണെങ്കിൽ ഖമേനിയും കുടുംബവും റഷ്യയിലേക്ക് രക്ഷപ്പെടാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഇതിനായി 20 പേരുടെ ഒരു പട്ടിക അവർ തയ്യാറാക്കിയിരുന്നു. അതിൽ മറ്റാരുമില്ല, സ്വന്തം കുടുംബാംഗങ്ങൾ മാത്രം. ഖമേനിയുടെ ഭാര്യയും മക്കളും കൊച്ചുമക്കളും ഒക്കെ അടങ്ങുന്ന 20 പേർ റഷ്യയിലേക്ക് പോയി അവിടെ ആഡംബര ജീവിതം നയിക്കാനായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അമേരിക്കയുടെ ഇടപെടലിലാണ് ഏതാണ്ട് ഇപ്പോൾ അവിടെ സമാധാന സ്ഥിതി കൈവന്നിരിക്കുന്നത്. പക്ഷേ 30,000-ഓളം പേരെ ഇവർ ഇതിനോടൊപ്പം തന്നെ കൊന്നുതള്ളിയിട്ടുണ്ട്. ട്രംപിൻ്റെ പട്ടാളം അല്ലെങ്കിൽ ട്രംപിൻ്റെ നാവികസേന ഇറാനിലേക്ക് കുതിക്കുമ്പോൾ ഒരുപക്ഷെ അവിടെ എത്തുമ്പോൾ അവർക്ക് ഈ ഖമേനിയെ ജീവനോടെ പിടികൂടാൻ കഴിയുമോ എന്ന് ഇപ്പോൾ സംശയമാണ്. കാരണം ഇയാളും മക്കളും നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള വിമാനത്തിൽ കയറി ഏതെങ്കിലും രാജ്യത്തേക്ക് റഷ്യയിലേക്കോ മറ്റും രക്ഷപ്പെടാൻ തന്നെയാണ് സാധ്യത എന്നാണ് കരുതപ്പെടുന്നത്. ഒരുപക്ഷെ രക്ഷപ്പെടാൻ അമേരിക്ക അനുവദിക്കുന്നതുമായിരിക്കും. കാരണം ഇയാളൊരു മതനേതാവാണ്. ഖമേനിയെ വധിക്കുകയോ പിടികൂടുകയോ ചെയ്യുകയാണെങ്കിൽ അത് മതപരമായ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ട്രംപിനും അയാൾക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഏതായാലും പാവങ്ങളുടെ പേര് പറഞ്ഞ് 1979 ഇറാനിലെ ദാരിദ്ര്യത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞാണ് ഇവർ വിപ്ലവം നടത്തി ഇറാനിലെ ഷായെ അവിടെ നിന്ന് തുരത്തിയത്. പിന്നീട് ഭരണത്തിലെത്തിയ ഈ ഖമേനി കുടുംബങ്ങളൊക്കെ തന്നെ ആയിരക്കണക്കിന് കോടികൾ വിദേശങ്ങൾ വാരിക്കൂട്ടി ആഡംബര ജീവിതം നയിക്കുകയാണ്. അതേസമയം ഇറാനിലെ സാധാരണക്കാരെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ വേറെ ഒരു വഴിയില്ലാത്ത ഘട്ടത്തിലാണ് അവർ ഗതികെട്ട് തെരുവിലിറങ്ങി പ്രതിഷേധിച്ചത്. അതിൽ 30,000-ഓളം പേരെ അവർ കൊന്നുതള്ളി എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഖമേനിയുടെയും കുടുംബത്തിൻ്റെയും സ്വത്തുവിവരങ്ങൾ പുറത്തു വരുമ്പോൾ ശരിക്കും ഞെട്ടുന്നത് ഈ രാജ്യത്തെ നിരന്തരമായി ആശ്രയിച്ചിരുന്ന അല്ലെങ്കിൽ ഇവരെ നിരന്തരം വാഴ്ത്തിയിരുന്ന
ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ മാധ്യമങ്ങളും അവിടുത്തെ ഭരണാധികാരികളുമാണ്. കാരണം ഇത്രയധികം സമ്പാദ്യം അവർക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർക്ക് പോലും അറിയില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.